നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഒഡീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ദ ഒഡീസി ഞാൻ ഓൾറെഡി ഐമാക്സ് തിയേറ്ററിൽ പോയി കണ്ടിരുന്നു. ഞാൻ ബ്രോഡ്വേ സിനിമാസ് കോയമ്പത്തൂരിലായി പോയി കണ്ട് സിനിമ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഞാൻ ആദ്യം അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ സിനിമയുടെ പുറകിലുണ്ടായിരുന്ന ഒരു കോൺട്രവേഴ്സിയാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയിലാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്യണം, അതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മ കറക്റ്റ് സിദ്ദിഖാണെങ്കിലും സിദ്ദിഖ് ആക്ച്വലി ഇതിനെക്കുറിച്ച് റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ അവൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായി. അതിന് പലരും പല രീതിയിൽ റെസ്പോൺസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം റിപ്ലൈ ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഇതിനെല്ലാം റെസ്പോണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അതിന് അത്യാവശ്യം വ്യക്തമായിട്ട് തന്നെ സിദ്ദിഖ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ശ്രേയ് ഇതിനെക്കുറിച്ച് ട്വിറ്ററിൽ ഓൾറെഡി ടെക്നിക്കലി ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ്റെ ഐമാക്സിൽ കണ്ട എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഐമാക്സ് കണ്ടവരോട് ഇപ്പോൾ നമ്മളെ ഡാറ്റ സൈസ് കുറവായതുകൊണ്ട് ഇതിന് ഡീറ്റെയിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ഷാർപ്നെസ് കുറവായിരിക്കും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിഖിലാണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിഖിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ടാണ് പറഞ്ഞത്. പക്ഷേ പുള്ളി പറഞ്ഞത് തെറ്റൊന്നുമില്ല. ഓക്കെ, പക്ഷേ ഞാനീ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഡാറ്റ കുറവ്. പലർക്കും എന്തോ ഐമാക്സ് എന്തോ മാജിക് ആണെന്നെന്തോ ആണ് വിചാരം. അതായത് 122 GB അല്ലെങ്കിൽ 150 GB താഴെയുള്ള ഫയലിൽ 3 മണിക്കൂറുള്ള സിനിമ കംപ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഐമാക്സ് മാജിക്കലി എന്തോ ചെയ്ത് ഇതിന് ഡാറ്റ സൈസോ ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഡിപ്പെൻഡൻ്റ് അല്ല ഐമാക്സ് എന്നൊക്കെയാണ് പലരുടെയും മണ്ടത്തരം ആണത് അങ്ങനെ വിചാരിക്കുന്നത്. 80 GB മേലെയാണ് ഒരു അൺടച്ച്ഡ് ബ്ലൂറേ ഫയൽ ഉണ്ടാകുന്ന 4K ബ്ലൂറേ ഫയൽ. അത് നമ്മുടെ വീട്ടിൽ കാണാൻ ഉദ്ദേശിക്കുന്ന ഫയലിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിന് അത്രയും ബിട്രേറ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള 60-70 ഫീറ്റ് അടിയുള്ള ഐമാക്സിൽ കാണാൻ പറ്റുന്ന സിനിമകൾക്ക് 150 GB താഴെ മതിയോ ഫയൽ സൈസ്? നിങ്ങളൊരു കോമൺ സെൻസെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഒരിക്കലും അല്ല. ഇപ്പോൾ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എബിൻ്റെ വീഡിയോ കണ്ടായിരുന്നു റീലോഡ് പോസ്റ്റിൻ്റെ. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫുൾ കണ്ടില്ല കാരണം റിവ്യൂ കാണാൻ എനിക്ക് ഇത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. റിവ്യൂ ഞാൻ പതുക്കെ കാണുള്ളൂ. അവനും അതിൽ പറഞ്ഞിട്ടുണ്ട്, അവനൊരു ഷോർട്ട് വീഡിയോ ഇട്ട്, ഞാൻ റിവ്യൂ അല്ല കണ്ട, പുള്ളിയുടെ ഷോർട്ട് വീഡിയോയിൽ പുള്ളി പറഞ്ഞാൽ ഐമാക്സിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലെന്ന്. കുഴപ്പമുണ്ടായില്ല, അതാണ് എൻ്റെ പോയിൻറ്റ്. ഐമാക്സ് കാണാൻ കുഴപ്പമുണ്ടായിരുന്നു വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഐമാക്സിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ കുഴപ്പമില്ലാത്തൊരു ഫീല് കിട്ടാനാണോ, അതോ നിങ്ങൾ അതിൽ കാണുമ്പോൾ കിട്ടുന്നൊരു വൗ ഫാക്ടറിന് വേണ്ടിയാണ് ഐമാക്സിൽ പോകുന്നത്? ഇപ്പം നമുക്ക് സിനിമ എവിടെ വേണമെങ്കിലും കാണാം. നമ്മൾ പ്രീമിയം ലാർജ് ഫോർമാറ്റിൽ കാണാൻ പോകുന്നത് എന്തിനാണ്? ഫോർ ദാറ്റ് വൗ ഫാക്ടർ. ആ വൗ ഫാക്ടറിന് വേണ്ടിയാണ് നിങ്ങളെല്ലാവരും, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. ഇപ്പോൾ എന്നെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമ ഐമാക്സ് കാണുന്ന ആളാണ്. ഇപ്പോൾ കൊച്ചിയിൽ ഐമാക്സ് വന്നപ്പോൾ ഞാൻ ആക്ച്വലി സ്കോപ്പ് റേഷ്യോ മൂവീസ് വരെ ഐമാക്സ് കാണുന്നുണ്ട്. നേരത്തെ ട്രാവൽ ചെയ്തിരുന്നപ്പോൾ ഐമാക്സ് റേഷ്യോ ഉള്ള സിനിമകൾ മാത്രമാണ് ഞാൻ ട്രാവൽ ചെയ്ത് കണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ വലിയ സിനിമകൾ വരുമ്പോൾ, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമ വരുമ്പോൾ വലിയ സ്ക്രീനിൽ തന്നെ കാണാൻ വേണ്ടി ഞാൻ ബ്രോഡ്വേ സിനിമാസിൽ പോകാറുണ്ട്. കൊച്ചി സിനിമോൾസ് ചെറുതായതുകൊണ്ട്. അപ്പോൾ ഞാനും അതുപോലെ ഒഡീസി ഞാൻ ഈ 500 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കാശ് മുടക്കിയാണ് ഞാൻ അവിടെ കാണാൻ പോയത്. കാശിനേക്കാൾ കൂടുതൽ സമയം മുടക്കിയാണ് ഞാൻ ബ്രോഡ്വേ സിനിമാസിൽ കാണാൻ പോയത്. ഞാൻ 1 മാസമോ മുമ്പ് എങ്ങാണ്ട് ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ആദ്യമേ DCP വന്നപ്പോൾ ഇത്രയും ചെറിയ സൈസാണെന്ന് പറഞ്ഞ് ന്യൂസ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ റൂമറാണെന്ന് വെച്ചാൽ തള്ളിക്കളഞ്ഞു. പിന്നെ ഒഫീഷ്യലി ഇവിടെ DCP ഒഫീഷ്യലി 3 ദിവസം മുമ്പ് അവൈലബിൾ ആയപ്പോഴാണ് നമുക്ക് സത്യം മനസ്സിലായത് ആക്ച്വലി ഇത്രയും DCP ഉള്ളൂ. ഇപ്പോൾ DCPയുടെ സൈസൊക്കെ എല്ലാവരും നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ DCP സൈസ് ഉള്ളത് ഐമാക്സിനാണ്. ബാക്കി ഇപ്പോൾ 122 GB സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന DCP ഉള്ളൂ. അത് ഇന്ത്യയിൽ മാത്രമല്ല. എനിക്ക് ഡ്യുവൽ ലേസറിൽ വന്ന ഐമാക്സിൻ്റെ സൈസ് എനിക്ക് അറിയില്ല. പക്ഷേ ടിപ്പിക്കലി ഉള്ള നോർമൽ സിംഗിൾ ലേസർ പ്രൊജക്ഷനുള്ള എല്ലായിടത്തും വന്നിരിക്കുന്ന 122-123 GB ഉള്ള ഫയലാണ്. അത് ഏറ്റവും ചെറിയ ഫയലാണ്. ഏറ്റവും ഹയസ്റ്റ് ഫയൽ വന്നിരിക്കുന്നത് HDR ബാർകോഡാണ്. 440 GB കണ്ടുണ്ട്. നമ്മുടെ ഫയൽ സൈസ് ആണ് എല്ലാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്രയും ചെറിയ ഫയൽ സൈസിൽ 3 മണിക്കൂറുള്ള ഒരു 4K സിനിമ, അതും ഫിലിമിൽ ഷൂട്ട് ചെയ്ത് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്ത സിനിമ, വളരെ മോശം ഫയൽ സൈസാണത്. ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ന്യായീകരിച്ചാൽ. ഐമാക്സിന് ഏറ്റവും കൂടുതൽ പൊക്കി പറയുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് നെഗറ്റീവ് വരുമ്പോൾ അതുപോലെ തന്നെ നെഗറ്റീവ് പറയണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് എനിക്ക് ഐമാക്സിൽ നിന്ന് കാശ് കിട്ടുന്നൊന്നുമില്ല ഐമാക്സിനെ കുറിച്ച് പൊക്കി പറയാൻ. എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ പറയുന്നതാണ് ഐമാക്സിനെ കുറിച്ച്. അപ്പോൾ ഒരു മോശം എക്സ്പീരിയൻസ് കിട്ടുവാണെങ്കിൽ അത് പറയണം എന്നുള്ളതാണ്. ഇവിടെ ഈ മോശം എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ കുഴപ്പമില്ല എന്നുള്ള എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ഐമാക്സിൽ കൂടുതൽ കാശ് കൊടുത്തു ട്രാവൽ ചെയ്ത് കാണാൻ പോകുന്നത്. എക്സാക്ട്ലി ഫോർ ദാറ്റ് വൗ ഫാക്ടർ. അത് ഇവിടെ ഇല്ല. ആൾക്കാർ എന്തൊക്കെ രീതി ന്യായീകരിച്ചാലും അത് ഇവിടെ ഇല്ല. ഞാൻ ആദ്യമായിട്ട് 4K ലേസറിൽ കാണുന്ന സിനിമയാണ് ഒപ്പൻഹൈമർ. അത് 4K ലേസർ ഐമാക്സിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനുണ്ടായിരുന്ന ഷാർപ്നെസ് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ മറന്നിട്ടില്ല. അതാണ് ഞാൻ പറയുന്ന വൗ ഫാക്ടർ. അത് ഒഡീസിക്കില്ല. ഒഡീസി ഒപ്പൻഹൈമറിനേക്കാളും കളർഫുള്ളും കുറേ കൂടി കോൺട്രാസ്റ്റീവ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഓക്കെ, അതുകൊണ്ട് കാണുമ്പോൾ കുഴപ്പമില്ല, കളേഴ്സൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നൊരു ടിപ്പിക്കൽ ചിന്താഗതിയാണ് പലർക്കും ഈ സിനിമ കാണുമ്പോൾ ഉള്ളത്.
പക്ഷേ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഐമാക്സിൽ കാണുമ്പോൾ വോ ഫാക്ടർ കിട്ടിയോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഞാനങ്ങനെ കണ്ടിട്ടില്ല ആരും വോ ഫാക്ടർ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഐമാക്സ് ഡിജിറ്റൽ കിടിലാണെന്ന് തോന്നുന്നത് വേറെയുള്ള ഫോർമാറ്റ്സ് കാണുന്നത് വരെ ഉള്ളൂ. അതാണ് വേറൊരു സത്യം. പക്ഷേ ഐമാക്സിന് ടിപ്പിക്കലി 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് അവരുടെ ആസ്പെക്ട് റേഷ്യോയും, 2 ഇവരുടെ ടിപ്പിക്കലി വരുന്ന ഷാർപ്നെസ്സുമാണ്. ഈ 2 സാധനം ഒഡീസിക്കില്ല. ഒന്ന് ഫ്ലാറ്റ് റേഷ്യോ, നിങ്ങൾക്ക് ഫ്ലാറ്റ് റേഷ്യോ ഉള്ള ഏത് സ്ഥലത്തും പോയി കാണാൻ പറ്റും. PXL-ലും പോയി കാണാം, എപ്പിക്കിലും പോയി കാണാം, ഡോൾബി സിനിമയിലും പോയി കാണാം, HDR by ബാർക്കലും പോയി കാണാം. അതായത് എവിടെയൊക്കെ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് പോയി സിനിമ കാണാം. നിങ്ങൾക്ക് ഒന്നും നഷ്ടമാകാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കൂടുതൽ കാശ് മുടക്കിയോ കൂടുതൽ ട്രാവൽ ചെയ്തോ ഈ പടം കാണാൻ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാണ്ട് ഐമാക്സിൽ കണ്ടാൽ നിങ്ങളുടെ ജീവിതം നശിഞ്ഞു പോകുന്നു, നിങ്ങളുടെ സിനിമ എക്സ്പീരിയൻസ് മൊത്തമേ നശിഞ്ഞു പോകുമെന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. പറയുന്നത് ഇതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐമാക്സിൻ്റെ വോ ഫാക്ടർ ഇല്ല, അതായത് ആ ഷാർപ്നെസ് ഇല്ല എന്നുള്ളതാണ്. അത് ഓൾറെഡി ഉള്ളൊരു കാര്യം ഫ്ലാറ്റ് റേഷ്യോ ആണ്. ആ ആസ്പെക്ട് റേഷ്യോ അഡ്വാൻറ്റേജ് എന്തായാലും ഇന്ത്യയിലില്ല. നമുക്കിവിടെ 1.43 ഇല്ല, 1.9 ഉള്ളൂ. അപ്പോൾ 1.85 സ്ക്രീനിൽ 1.85 റേഷ്യോ ഉള്ള സ്ക്രീനുകളിൽ ഫ്ലാറ്റ് റേഷ്യോ പ്രിൻറ്റുകൾ വരുമ്പോൾ ആ 1.90 ഉള്ള എക്സ്പാൻഡർ റേഷ്യോയുടെ ഒരു ഇതില്ല. പിന്നെയുള്ള വോ ഫാക്ടർ ഷാർപ്നെസ് ആണ്. ഷാർപ്നെസ്സിൻ്റെ കാര്യത്തിൽ ഇത് വീക്കാണ്. ഞാൻ ഈ സിനിമ കണ്ടതിന് ശേഷം 10-15 മിനിറ്റോളം ഞാൻ എപ്പിക് സ്ക്രീനിലും കോയമ്പത്തൂർ പോയി നിന്ന് കണ്ടിരുന്നു. അത് ഞാൻ കണ്ടപ്പോൾ അത് ഞാൻ തമിഴ് ഓഡിയോ ആണ് കണ്ടത്. അതുകൊണ്ട് ഞാൻ ഓഡിയോനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ ഞാൻ കണ്ട സമയത്തുള്ള ഷാർപ്നെസ്സിൽ ആക്ച്വലി എപ്പിക് ഇത്തിരി കൂടി ബെറ്റർ ആയിരുന്നു. കാണുമ്പോഴറിയാം. നിങ്ങൾ 2 സിനിമ അടുപ്പിച്ച് കണ്ടപ്പോൾ ഈസിലി മനസ്സിലാക്കാവുന്നൊരു കാര്യമാണത്. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ടാണ് ഞാൻ ഞാൻ PXL കാണും എന്തായാലും സിനിമ. ഞാൻ കണ്ടിട്ട് ഞാൻ എന്തായാലും പറയാം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഐമാക്സ് ലേസർ എക്സിനേക്കാളും ഫാർ ബെറ്റർ പ്രൊജക്ടേഴ്സാണ് ഇപ്പോൾ PXL കൊച്ചിയിലോ അല്ലെങ്കിൽ എപ്പിക്കിലോ ഒക്കെ ഇരിക്കുന്നത്. ബേസിക്കലി പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം. ഇപ്പോൾ എപ്പിക്കിൽ എന്നൊക്കെ പറഞ്ഞാൽ സെയിം ജനറേഷൻ ആയിട്ടുള്ള സെയിം ബാർകോഡ് പ്രൊജക്ടർ തന്നെ ഇരിക്കുന്നത്. പിന്നെ അവരുടെ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ബ്ലാക്ക് ഔട്ടാണ്. കൂടുതലും ഡോൾബിയോട് സിമിലർ ആയിട്ടുള്ള ഓഡിറ്റോറിയം എപ്പിക്കിൻ്റെതൊക്കെ. അതിൻ്റെ റിഫ്ലക്ഷനും കമ്പാരിറ്റീവ്ലി ഐമാക്സിനേക്കാളും കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഐമാക്സിൽ പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഐമാക്സിൽ ഹാർഡ്വെയർ വൈസ് ഒരിക്കലും അഡ്വാൻറ്റേജ് ഉണ്ടാവാറില്ല. അവരുടെ അഡ്വാൻറ്റേജ് എപ്പോഴും ഈ പറയുന്ന റേഷ്യോയും പിന്നെ ഈ പറയുന്ന DMR പ്രോസസ്സുമാണ്. ഈ DMR പ്രോസസ്സ് ചെയ്തിട്ട് 122 GB ഫയൽ ഉണ്ടാക്കി വിട്ടിട്ട് അത് ഇതിനേക്കാൾ ഗംഭീരമാണ്. എനിക്ക് അറിയാത്തത് എന്തിനാണ് ആൾക്കാരൊരു ഈ വലിയ കമ്പനീനെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങുന്നത്. മനസ്സിലാക്കിയിട്ടെങ്കിലും ഡിഫെൻഡ് ചെയ്യും. ക്രിസ്റ്റഫർ നോളൻ അങ്ങനെ ചെയ്യില്ല, ഐമാക്സ് അങ്ങനെ ചെയ്യില്ല. ഇതൊക്കെയാണ് പലരും പറയുന്ന റീസൺ. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തെറ്റുപറ്റും. ബേസിക്കലി എല്ലാവർക്കും തെറ്റുപറ്റും. ഇതൊരു മിസ്റ്റേക്കാണ്. ഈ ഫയൽ സൈസ് കുറവ് തന്നെ ആദ്യമായിട്ടല്ല കേട്ടോ. ഇനി അങ്ങനൊരു സംഭവം വേണ്ട. എൻ്റെ മോർട്ടൽ കോംബാറ്റിൻ്റെ റിവ്യൂ കണ്ട ഞാൻ അതിനകത്ത് ഇതിന് ഡാറ്റ അല്ലെങ്കിൽ ഒരു ഷാർപ്നെസ് കുറവുണ്ടെന്ന് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും VFX ആയിട്ടുള്ള സീനുകളിലെല്ലാം ഒരു ലോ ബഡ്ജറ്റ് ഗെയിമിങ്ങിൻ്റെ ഫീലാണ് അതിനുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാനത് ലോ ബഡ്ജറ്റ് സിനിമ എന്ന രീതിയിൽ കണ്ടുകൊണ്ട് അത് ഞാൻ ഓക്കെ അടിച്ച് വിട്ടാണ്. അത് ഞാൻ അന്നൊരു കുഴപ്പമുണ്ട് കണ്ടിട്ടില്ല. പക്ഷേ അന്ന് എനിക്ക് ആക്ച്വലി ഐമാക്സ് സൈസ് ഫയൽ സൈസ് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു ബേസിക്കലി. അത് ഞാൻ പിന്നെ പോയതിന് ശേഷം അപ്പോൾ അതും ഭയങ്കര ചെറിയ ഫയൽ സൈസിൽ വന്നൊരു TCP ആണ്. അത് ടിപ്പിക്കലി അങ്ങനെ ഐമാക്സ് നേരത്തെയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അന്ന് മോർട്ടൽ കോംബാറ്റിനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിൻ്റെ ഐമാക്സ് റേഷ്യോ എക്സ്ക്ലൂസീവ് ടു ഐമാക്സ് ആയിരുന്നു. ആ ഒരു അഡ്വാൻറ്റേജ് മോർട്ടൽ കോംബാറ്റ് ഉണ്ട്. ഒഡീസിക്ക് അതുമില്ല. സോ ബേസിക്കലി നിങ്ങൾ ഈ സിനിമ മെനക്കെട്ട് 2500-1500 കൊടുത്ത് ഐമാക്സിലൊന്നും കണ്ട ഒരു കാര്യമില്ല. സാധാരണ ഒരു 4K ലേസർ സ്ക്രീനിൽ കാണാമെന്നല്ല. കാരണം ഈ സിനിമ ഇത്തിരി കോൺട്രാസ്റ്റ് ഹെവി ആണെന്നുള്ളതുകൊണ്ടാണ് ലേസറിൽ തന്നെ കാണാൻ പറയുന്നത്. നിങ്ങളുടെ അടുത്ത ഏറ്റവും ബെസ്റ്റ് വലിയ സ്ക്രീനിന് അവിടെ തന്നെ പോയി കാണേണ്ട കാര്യമുള്ളൂ. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ആക്സസിബിൾ ആണെങ്കിൽ അതിൽ പോയി കാണുന്നുള്ളൂ. പിന്നെ ഞാൻ ഐമാക്സിൽ കാണണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അടുത്ത ഐമാക്സ് ആണ്, ഒരു 4K ലേസർ ഐമാക്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആക്സസിബിൾ ആയിട്ടില്ലെങ്കിൽ അവിടെ പോയി കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റ് റേഷ്യോയിൽ ആ സിനിമ നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷേ നിങ്ങളൊരിക്കലും അത് മറ്റിനേക്കാൾ ബെറ്ററാണ് ഞാൻ ഐമാക്സിൽ കണ്ടോണ്ടെന്നുള്ള തോന്നൽ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളൊരിക്കലും ഇതിനു വേണ്ടി ട്രാവൽ ചെയ്യുക, കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുക, പൈസ സ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യം ഉണ്ടാവരുന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ഈ ചാനലിലും അല്ലെങ്കിൽ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പേജിലും കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായ രീതിയിൽ, നിങ്ങൾക്ക് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയ രീതിയിൽ ഒരു സിനിമ കാണുക എന്നുള്ളതാണ് പ്രധാനം. ഐമാക്സിൽ കാണുക, ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ കാണാം. പക്ഷേ ഏറ്റവും ആദ്യം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും കാശ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ഏത് തിയേറ്ററിലാണ് കിട്ടുന്നത് അവിടെ പോയി കാണുക എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ഇപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് കാണണമെങ്കിൽ ഏരീസ് ഫ്ലെക്സിൽ പോയി കാണുക, നിങ്ങൾ സ്കോപ്പ് ആയിരിക്കുന്നല്ലേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഫ്ലാറ്റ് കാണണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഐമാക്സിൽ പൈസ നല്ലോണം കുറയുമ്പോൾ നിങ്ങൾ പോയി ഐമാക്സിൽ പോയി കണ്ടോ.
ആരും അത് ഇത്രയും കാശ് കൊടുത്ത് കൂടുതൽ കൊടുത്ത് കാണാനുള്ള വൗ ഫാക്ടർ ഐമാക്സിന് ഇല്ല എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഞാൻ മാത്രമല്ല, വേണമെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ളതും പലരും ഈ സിനിമ കാണുമ്പോൾ സോഫ്റ്റ് ആയിരുന്നുള്ള ഇഷ്യൂസ് വേണമെങ്കിൽ 1.90 ഡിജിറ്റൽ ഐമാക്സ് ഇന്ത്യക്ക് വെളിയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അത് കണ്ടവരുടെ വേണമെങ്കിൽ ഞാൻ ഡ്യൂട്ടി ഷെയർ ചെയ്യും. ഞാൻ ഒരുപാട് പേര് ഓൾറെഡി ഞാൻ വായിച്ചു കഴിഞ്ഞു. ഈ ഫയൽ സൈസ് എന്നുള്ള സത്യമാണ്. ഇത് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, ഇത് ഇന്ത്യക്കാരെ ഐമാക്സ് ചതിച്ചു എന്നൊന്നും ആരും പറയണ്ട. ഈ 1.90 ഫയൽ സൈസ് വളരെ ചെറുതാണെന്നുള്ളത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമൊന്നുമല്ല, എല്ലായിടത്തുള്ള പ്രശ്നമാണ്. ഓക്കെ, പിന്നെ ഈ സിനിമ ആക്ച്വലി ഒപ്പൻഹൈമറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കളർഫുള്ളാണ്, കുറച്ചുകൂടി കുറേ കൂടി ബ്ലൂസ്, കുറേ കൂടി ഓറഞ്ച് ഹ്യൂസ് ഒക്കെ ഇഷ്ടം പോലെയുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു വോ ഫാക്ടർ ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോഴും ഇപ്പോൾ വേറൊരു ഡിജിറ്റൽ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ടിപ്പിക്കലി ഒരു നോർമൽ ആൾക്ക് ഇത് എടുക്കേണ്ടതെന്ന് കാണിച്ചിട്ട് അല്ലാണ്ട് നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി കളർഫുള്ളായ സാംസങ്ങിൻ്റെ ഫോട്ടോ ആയിരിക്കും എല്ലാവരും സെലക്ട് ചെയ്യുക. അത് ഡീറ്റെയിൽ DSLR കൂടുതലുണ്ടെന്ന് ആരും നോക്കില്ല. അൺലെസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നുമോ DSLR ആയിരിക്കും ബെറ്റർ, അവിടെ DSLR പറയാമെന്ന് പലർക്കും തോന്നും. അല്ലാണ്ട് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാമ്പിൾ മാർക്കസ് ബ്രൗൺലിയില്ലേ, MKBHD, അദ്ദേഹത്തിൻ്റെ ഒരു എല്ലാ വർഷവും പലപ്പോഴും ഈ ക്യാമറ കമ്പാരിസൺ വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. പക്ഷേ അതിൽ ടിപ്പിക്കലി എപ്പോഴും ജയിച്ചിരുന്നത് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഏറ്റവും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇമേജ് ഇടുന്ന ക്യാമറാസ് ആയിരുന്നു. അല്ലാണ്ട് ഏറ്റവും ഡീറ്റെയിൽ ഉള്ള ക്യാമറാസ് അല്ല ജയിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഡൈനാമിക് റേഞ്ച് തരുന്ന ക്യാമറ അല്ല ജയിച്ചിരുന്നത്. ഏറ്റവും കൂടുതൽ കളേഴ്സ്, അതായത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സും ഏറ്റവും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഇമേജ്, അല്ലെങ്കിൽ അങ്ങനെ അത് രണ്ടും കൂടി ടിപ്പിക്കലി ചേർന്ന് വരുന്നൊരു ഇമേജാണ് ഏറ്റവും കൂടുതൽ അത് ജയിച്ചിട്ടുള്ളത്. പക്ഷെ അതൊരിക്കലും ബെസ്റ്റ് ഇമേജ് അല്ല. ഓക്കെ, ഞാൻ ഷാർപ്നെസ്സിൻ്റെ കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, ബാക്കിയൊന്നിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഐ ഹോപ്പ് ഈ വീഡിയോ ഇത്ര നീക്കണമെന്നൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പല പോസ്റ്റുകളും വായിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു, ഇങ്ങനെ ചതിക്കില്ല, എന്തൊക്കെയോ റീസൺസ് ആൾക്കാർ പറയുന്നത്. ഇങ്ങനെയൊന്നും ഡിഫെൻഡ് ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഞാൻ ഇനിയും പറയുകയാണ്, വെറും 122, 140, 150 GB താഴെയുള്ള ഫയലാണ് ഇതൊക്കെ. അത് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐമാക്സ് നിങ്ങൾ എന്താ എക്സ്പെക്ട്, നിങ്ങൾക്ക് ഐമാക്സ് എന്ന് ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ വോ ഫാക്ടർ ഉണ്ട്. ഈവൻ ഞാൻ പറയുകയാണ്, സിന്നേഴ്സ്, അതിൽ ഐമാക്സ് റേഷ്യോ വരുന്ന സീക്വൻസുകൾ നിങ്ങൾ കണ്ടുപോകുക, അതിൻ്റെ ഡീറ്റെയിലിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവും. ഇത്രയൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഈ ഒഡീസി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ ഡീറ്റെയിലിൽ ഒരു വോ ഫാക്ടർ ഇതിനില്ല. ബേസിക്കലി അത്ര ഉള്ളൂ ഇതിനകത്ത്. അല്ലാണ്ട് ഈ DCP വളരെ മോശമാണ്, പത്തറ്റിക് ആണെന്നോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ അതിനേക്കാളും ബെറ്റർ DCPs നോർമൽ തിയേറ്ററിൽ അവൈലബിൾ ആണെന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള പ്രീമിയം ലാർജ് ഫോർമാറ്റിൽ പോകണം. ഇപ്പോൾ ഐമാക്സ് ആണ് നിങ്ങളുടെ അടുത്തെങ്കിൽ ഐമാക്സ് തന്നെ പോയി കാണുക. ഇപ്പോൾ PXL കൊച്ചി ആണ് നിങ്ങളുടെ അടുത്ത് PXL കൊച്ചി പോയി കാണുക. ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എപ്പിക് ആണെങ്കിൽ എപ്പിക്ക് പോയി കാണാം. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിനു വേണ്ടി മെനക്കെട്ട് നിങ്ങൾ പോയി ഐമാക്സ് ട്രാവൽ ചെയ്ത് കാണേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള മാത്രമാണ് ബേസിക്കലി ഞങ്ങൾ ഇതിനെക്കുറിച്ച് അത്യാവശ്യം, ഞങ്ങൾ എക്സ്പേർട്സ് ആണെന്നൊന്നും ആരും പറയുന്നില്ല, പക്ഷെ അത്യാവശ്യം ഇതിൻ്റെ പുറകെ നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. സിനിമയുടെ റിവ്യൂയിലേക്ക് വരുമ്പോൾ, ഒഡീസി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര വർക്കായൊരു സിനിമയാണ് ഒഡീസി. ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടാത്ത ജനറലുള്ള സിനിമകൾ എന്നെ ഇഷ്ടപ്പെടുത്തിച്ച ആളാണ് ക്രിസ്റ്റഫർ നോളൻ. ഫോർ എക്സാമ്പിൾ, എനിക്ക് വാർ മൂവീസ് ഇഷ്ടമല്ല. ബേസിക്കലി ഈ സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാറിനെ കുറച്ച് സിനിമകൾ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഡങ്കർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ ഒരു ബയോപിക്കുകൾ നമ്മളൊരു തവണയെ കൂടുതലൊന്നും പൊതുവേ ഞാൻ കാണാറേ ഇല്ല. പക്ഷേ ഒപ്പൻഹൈമർ ഞാൻ 4 തവണ കണ്ടു. പിന്നെ ഈ രാജാക്കമ്പയുടെ സിനിമകൾ, സത്യം പറഞ്ഞാൽ ട്രോയൊക്കെ അടിപൊളി സിനിമയാണ്. പക്ഷേ ഞാൻ ഒരു തവണയെ കൂടുതൽ ട്രോയെ കണ്ടിട്ടില്ല. ബേസിക്കലി എനിക്ക് ഓക്കെയാണ്. എനിക്ക് അതിനേക്കാളും ഇഷ്ടം 300 കാണാനാണ്. 300 പ്യൂർ ആക്ഷൻ മൂവിയായിരുന്നു. സോ അങ്ങനെയുള്ള ഇതിൽ പക്ഷേ എനിക്ക് ഒഡീസി ഭയങ്കരമായിട്ട് വർക്കായി. സോ ക്രിസ്റ്റഫർ നോളൻ ഹാസ് എ മാജിക്, റൈറ്റ്? ഇതുപോലെ എനിക്ക് വർക്കാവാത്ത ജനറുള്ള സിനിമകൾ പുള്ളി ആക്ച്വലി എനിക്കിത് വർക്കാക്കി എന്നുള്ളത് ഭയങ്കര വലിയ സംഭവമാണ്. പക്ഷേ എനിക്ക് എല്ലാ ക്രിസ്റ്റഫർ നോളൻ മൂവിയും ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. ഞാൻ എടുത്തൊന്നും പറയുന്നില്ല ഏതൊക്കെയാണെന്നൊക്കെയുള്ള. പക്ഷേ ഹി ഹാസ് ഹിസ് മാജിക്. പുള്ളി ഇതുപോലത്തെ സിനിമകളെല്ലാം ഒരു ഇവൻറ്റ് മൂവിയാക്കി മാറ്റി, ഒരു ബയോപിക് ഇവൻറ്റ് മൂവിയാക്കി മാറ്റാനൊക്കെ പുള്ളിനെ കൊണ്ട് മാത്രമേ പറ്റൂ. ദാറ്റ്സ് ഹിം ബേസിക്കലി. ഒഡീസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിളാണ്. നമ്മൾ ഒരു ആളുടെ, ഇതൊരു രാജാക്കന്മാരെ ടിപ്പിക്കൽ അങ്ങനത്തെ ഒരു സിനിമയല്ല, രാജ്യത്തിന് വേണ്ടി പൊരുതുന്നു അങ്ങനെയല്ല. ഇതൊരു ഭയങ്കര ഒരു ഇമോഷണൽ ജേണിയാണ്. ഒരാളുടെ ഇമോഷണൽ ജേണി കാരണം ചുറ്റുമുള്ളവരുടെ ഇമോഷണൽ ജേണിയും കൂടി കാണിക്കുന്നൊരു സിനിമയാണത്. ഇറ്റ്സ് എ ഫൺ മൂവി. കസ്റ്റമർ ഭയങ്കര എൻജോയബിൾ ആണ്. നമുക്ക് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് നമുക്കത് കാണാൻ പറ്റും. ഒബിയസ്ലി പെർഫോമൻസസ് മാഡം കിഡിലാണ്, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ആൻ ഹാത്വേ അടിപൊളിയാണ്. പക്ഷേ എക്സ്പെഷ്യലി ആ ഒരു സീക്വൻസിൽ പുള്ളിക്കടുത്ത് ഒരു രക്ഷ ഉണ്ടായില്ല. പിന്നെ റോബർട്ട് പാറ്റിൻസൺ നമ്മളെ വെറുപ്പിക്കുന്നൊരു ക്യാരക്ടറാണ്. പുള്ളി നല്ലോണം വെറുപ്പിക്കും. സെൻഡേയൊക്കെ വളരെ കുറച്ച്, ബാക്കിയുള്ളവരൊക്കെ കുറച്ച് നേരേ ഉള്ളൂ. ബട്ട് എവരിബഡി വാസ് ഗുഡ്. എനിക്ക് ടോം ഹോളണ്ടിനെ ഇഷ്ടമായി. പലർക്കും ടോം ഹോളണ്ടിന് അത്ര ഇഷ്ടമായില്ലെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഹി വാസ് ഗുഡ്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു എനിക്ക് ഈ ഗ്രീക്ക് മിത്തോളജി ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ ഒരു
ഫ്രഷ് ഔട്ട് ഓഫ് ദിസ് ആണ്. എനിക്ക് ട്രോയ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. സോ ബേസിക്കലി ഞാനിത് കാണുമ്പോൾ എന്താ പറയുക, എനിക്ക് ഈ ക്യാരക്ടേഴ്സിനെ ഒന്നും വേറെ ഒരു രീതിയിൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ടോം ഹോളണ്ട് ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രായം കുറഞ്ഞ പ്രിൻസും പുള്ളിയുടെ ചുറ്റി നടക്കുന്ന കാര്യങ്ങളെ പ്രഷറും പുള്ളിക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻ ജേണിയും ടോം ഹോളണ്ട് അത്യാവശ്യം നന്നായിട്ട് ചെയ്തു എന്ന് തന്നെ പേഴ്സണൽ അഭിപ്രായം. ഞാൻ പറയുന്ന പുള്ളിയുടെ ഭയങ്കര കിടിലൻ പെർഫോമൻസ് എന്നല്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുള്ളിയുടെ അങ്ങനെയൊന്നുമല്ല, ബട്ട് പുള്ളി മോശമായി പെർഫോം ചെയ്യാനുള്ള അഭിപ്രായം എനിക്ക് പേഴ്സണലി ഇല്ല. പിന്നെ ഒബിയസ്ലി ടെക്നിക്കലി പറയുമ്പോൾ ഇനി മ്യൂസിക് ലുഡ്വിഗാണ് മ്യൂസിക് ആയിരിക്കുന്നത്. പൊതുവേ ഇങ്ങനത്തെ സിനിമകൾ വരുന്ന ഭയങ്കര ഓപ്പറാറ്റിക് ആയിട്ടുള്ള ഓർക്കസ്ട്ര ഫീൽഡ് ആയിട്ടുള്ള മ്യൂസിക് അല്ല ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ക്രിസ്റ്റഫർ നോളൻ്റെ ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞ് പുള്ളിക്ക് വേണ്ട ഇതുപോലത്തെ ഒരു മ്യൂസിക് ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ലുഡ്വിഗ് ആക്ച്വലി ഡെലിവേർഡ് റിയലി വെൽ. പിന്നെ ഈ സിനിമയുടെ ഒരു ഇതെന്ന് വെച്ചാൽ ലാസ്റ്റ് 30 മിനിറ്റ് എല്ലാവരും അടിപൊളിയാന്ന് പറഞ്ഞാൽ, കാരണം ഒരു ഇന്ത്യൻ മാസ് സിനിമ പോലെയാണ് ലാസ്റ്റ് 30 മിനിറ്റ് ഉള്ളത്. അതുകൊണ്ടാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. പ്രൊഡ്യൂസ് സിനിമാസിലൊക്കെ ഭയങ്കര കൈയടിയും ബഹളമൊക്കെ ആയിരുന്നു ആ സീക്വൻസുകൾക്കെല്ലാം. എനിക്ക് തോന്നുന്നു ഇതിൽ VFX ഒട്ടുമില്ല, പിന്നെ CG ഒട്ടുമില്ല, VFXിലെന്നല്ല, ഫുൾ പ്രാക്ടിക്കൽ എഫക്ട്സ് ആയിരുന്നു. സോ ദാറ്റ്സ് സോ ഗുഡ്. അതുകൊണ്ടും കൂടിയാണ് പുള്ളി IMAX ക്യാമറ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് ഇത്രയും ഡീറ്റെയിൽ വേണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം CGയിലേക്ക് മാറ്റുമ്പോൾ നമ്മളത് ഡിജിറ്റലി കൺവേർട്ട് ചെയ്ത് CGI ആഡ് ചെയ്ത് പിന്നെയും തിരിച്ച് മാറ്റിയിടുമ്പോൾ അതിന് ഡാറ്റ ലോസ് ഉണ്ടാവും. പക്ഷേ അതൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാം പ്രാക്ടിക്കൽ എഫക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര രസമാണ് കാണാൻ. പ്രാക്ടിക്കൽ എഫക്ട്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റും. രസമായിരുന്നു. സൈക്ലോപ്സ് ആണെങ്കിലും ഇതൊരു മാജിക്കൽ മൂവിയാണ്, മാജിക്കൽ ക്രിയേച്ചേഴ്സ് ഉള്ളത് മൂവിയാണ്, ഗോഡ്സിനെ കുറിച്ച് പറയുന്ന മൂവീസാണ്. സോ സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് എ CGI ഫീൽഡ് മെസ്. ഷോസ് ദാറ്റ് ഹൗ മച്ച് ഓഫ് എ ജീനിയസ് ക്രിസ്റ്റഫർ നോളൻ ഈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ സിനിമ 2ാമതാണ്, ചിലപ്പോൾ 3ാമതോ കാണുമായിരിക്കും. കാരണം എനിക്ക് സിനിമ കണ്ടിരിക്കാൻ നല്ല താല്പര്യമുണ്ട്. ഞാൻ എന്തായാലും ഇനി അടുത്ത് PXL കാണുള്ളൂ, കൊച്ചി PXL. അത് കഴിഞ്ഞ് ട്രാവൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് എപ്പിക്കിലും കൂടി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ കാണാൻ നോക്കും മാക്സിമം, കാരണം ദിസ് ഈസ് ഡിസേർവിങ് മൂവി ഫോർ സച്ച് ദാറ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹൈദരാബാദിലേക്ക് പിന്നെയും ട്രാവൽ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര കാശ് ചിലവുള്ള പരിപാടിയാണ് എനിക്കത്. ഓൾറെഡി 2 പ്രാവശ്യം ഈ വർഷം ഞാൻ ട്രാവൽ ചെയ്തു ഈ സിനിമ പോയിട്ട്. അവിടുത്തെ HDR പാർക്കോ, ഡോൾബി സിനിമ, എപ്പിക് ലെക്സോണിലൊക്കെ കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അത്രയും കാശ് മുടക്കാൻ വയ്യ. ഒബിയസ്ലി PCX2 വലിയ സ്ക്രീനിൽ സത്യമായിട്ടും അത്രയും കാശ് മുടക്കാൻ സത്യമായില്ല. അത് എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ പൊതുവേ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത ട്രാവൽ ചെയ്യാറ്. ഹൈദരാബാദ് പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. അതിന് മുമ്പും 2 പ്രാവശ്യം ഒരു വർഷം ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അതും അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ചിലവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല മടിയുണ്ട് ഇനി ട്രാവൽ ചെയ്യാൻ. സോ വെയിറ്റിംഗ്. ബാംഗ്ലൂരൊക്കെ കുറച്ച് ട്രിപ്പുകൾ ബാക്കിയുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം. സോ അതുകൊണ്ട് ഹൈദരാബാദ് ട്രിപ്പ് തൽക്കാലത്തേക്ക് പ്ലാനിലില്ല. പക്ഷേ ഇഫ് യു ക്യാൻ ഗോ ടു ഹൈദരാബാദ് ഇറ്റ് വുഡ് ബി ഫാൻറ്റാസ്റ്റിക്. എല്ലാ ഫോർമാറ്റിലും കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണത്. ഡോൾബി സിനിമയെക്കുറിച്ച് കുറേ പേര് നല്ല പോസ്റ്റുകൾ കണ്ട് ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ച് 75 ഫീറ്റുള്ള അല്ലു സിനിമ സ്ക്രീനിനെ കുറിച്ച് ഇത് കണ്ട ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ. അത് കേട്ടപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ഡോൾബി സിനിമ കണ്ടിരുന്നേ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നിയത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ലുക്ക് ഫാൻറ്റാസ്റ്റിക്. എല്ലാ രീതിയിലും അടിപൊളിയാണ് സിനിമ. എതിരായ ഇമോഷണൽ ജേർണി സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഹ്യൂമൻസ് നശിഞ്ഞ ആൾക്കാരാണെന്ന രീതിയിലാണ് ക്രിസ്റ്റഫർ നോളൻ പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഇതിലെ എൻഡിങ് പുള്ളിയുടെ ഇമോഷണൽ ട്രോമ, എന്തുകൊണ്ട് ഹി വാസ് സ്റ്റക്ക് ഫോർ 20 years വിത്തൗട്ട് കമ്മിങ് ടു ഹോം എന്ന് പറയുന്ന ഒരു ഐഡിയ സൂപ്പർബായിരുന്നു. അത് ഡെലിവറി ചെയ്തിരിക്കുന്ന ഭയങ്കര അടിപൊളിയാണ്. ഇതാണോ ഹോമൻ്റെ ഒറിജിനൽ ബേസ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് വർക്ക് ഫോർ മീ റിയലി വെൽ. സോ ഇറ്റ്സ് എ മാസ്റ്റർ പീസ് ഫോർ മീ. കിടിലൻ പടം. സോ നിങ്ങൾ ഈ സിനിമ കണ്ടോ? നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം എന്താണ്? അതൊക്കെ നിങ്ങൾ താഴത്ത് പറയുക. ആൾസോ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് റിയാക്ഷൻസ് ഉണ്ട്. പടം കാണാത്തവരാണ് പകുതിയും നെഗറ്റീവ് റിയാക്ഷൻസ് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ചിലവർക്ക് ഇതിൻ്റെ കാസ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമായില്ല. സത്യസന്ധത പറയാമല്ലോ, നമുക്ക് കാസ്റ്റിംഗ് കുറിച്ച് ഒരിക്കലും കുറ്റം പറ്റില്ല. പുള്ളി നല്ല രീതിയിൽ പുള്ളിക്ക് നന്നേ ഈ റോളിൽ ചെയ്യാൻ പറ്റുന്ന അഭിനയിക്കുന്ന ആൾക്കാരെ പുള്ളിക്കാരന് വേണ്ടത്. ക്രിസ്റ്റഫർ നോളൻ പുള്ളി അങ്ങനെ കാസ്റ്റ് ചെയ്ത് പുള്ളി അത് അടിപൊളിയായിട്ട് അവരെല്ലാം ഡെലിവറി ചെയ്യാൻ ചെയ്തു. സോ ഒരു മിത്തോളജി കഥ പറയുമ്പോൾ അത് ഇതുപോലെ ഇരിക്കണം എന്നൊക്കെ പറയുന്നത്, ഇന്ന ആൾക്കാർ ഇതുപോലെ തന്നെ കാണാതിരിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഡയറക്ടറിൻ്റെ വിഷൻ മാത്രമേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. സോ ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല, പക്ഷേ ഞാൻ ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇങ്ങനെ പല റൈറ്റ് വിങ് വൈറ്റ് സുപ്രീമിസ്റ്റുകളുടെ പോസ്റ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. സോ ടിപ്പിക്കലി ഐ ഡോണ്ട് മൈൻഡ്. സിനിമയ്ക്ക് അത് ഗുണം ചെയ്തോ ഇല്ലയോ എന്നുള്ള മാത്രമേ ഉള്ളൂ. കാസ്റ്റിംഗ് വാസ് വെരി നൈസ്. സോ ഐ ഡോണ്ട് മൈൻഡ്. എന്തായാലും നിങ്ങൾ കണ്ട തിയേറ്റർ ഏതാണ്? നിങ്ങൾക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു അന്നും കൂടി താഴത്ത് മെൻഷൻ ചെയ്യുക. വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതിന് വേണ്ടി ഐമാക്സിന് വേണ്ടി മാത്രമായി ട്രാവൽ ചെയ്യാണ്ട് കാര്യമില്ല. നിങ്ങളുടെ അടുത്തൊരു ഫ്ലാറ്റ് സ്ക്രീൻ 4K ലേസർ സ്ക്രീൻസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി കാണുക. ഏറ്റവും വലിയ സ്ക്രീനിൽ എൻജോയ് ചെയ്യുക. ഒഡീസി ഈസ് ഫാൻറ്റാസ്റ്റിക്.
സോ നമുക്കിനി അടുത്ത വീട്ടിൽ കാണാം. ബൈ.